ഒരു ആന ബാക്ക് വരുന്നുണ്ട് കേട്ടോ. ആർക്കൊക്കെ ധൈര്യം പറയാ. പിള്ളേർക്കേ ഇവിടെ ജ്യൂസിൽ കയറണം. ഐസ്ക്രീം ജ്യൂസ് ഒക്കെ അടിക്കാനാ തോന്നുന്നുണ്ട്. പിള്ളേർക്ക് മാത്രല്ല കേട്ടോ, ഇവിടെ ഒരാള് ഭയങ്കര ഹാപ്പിയാ. ഗുരുവായൂർ കൃഷ്ണൻ വൈറലായ പോലെ ഇപ്പൊ കുട്ടാരന് അതേപോലെ വൈറലാവാൻ വേണ്ടിട്ടാണ്. ഇതേണ്ട ഫ്രൂട്ട് സാലഡ് എത്തി. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ കുട്ടനും വീണയും എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. ഇന്ന് അവന് ജോലിയില്ല. അതെ, വീണ്ടും ഇന്ന് ജോലിയില്ല. ഒരു ഭാര്യക്ക് വെച്ച് പിടിച്ചു. ഞങ്ങൾ കുട്ടികളെല്ലാം കൊണ്ടൊന്ന് ഔട്ടിങ് പോവാണ്. അപ്പൊ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു. എവിടേക്ക് പോണേ പറയൂ? എവിടേക്കാ മണിക്കുട്ടി പോണത് പറയൂ? കുട്ടികളൊക്കെ രാവിലെ മുതൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ആനക്കോട്ടേക്ക് പോവാ, പിന്നെ ചാവക്കാടൊക്കെ പോണെന്ന് പറയുന്നുണ്ട്. എവിടെ എത്തുന്ന അറിയില്ല കേട്ടോ. നോക്കാം. കൃപ റെഡിയായി. വീണായിരുന്നു. വീണയും കുട്ടികളൊക്കെ റെഡിയായി. അവരിറങ്ങിയിട്ടുണ്ട്. കൃപേനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവരൊക്കെ റെഡി. അപ്പൂരാണ് ഏറ്റവും ഇൻട്രസ്റ്റ്. എവിടെ കൊണ്ടേ? പ്രിൻസസ് ആയിട്ട് നടക്കുക. കുട്ടി ഇതാ ഓടി വരുന്നുണ്ട്. ഹായ് പറയോ? കുട്ടി റെഡിയായി. കൃപ വരുന്നു. അപ്പൊ ഞങ്ങള് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം പോണ വഴി കേട്ടോ. ഇതൊക്കെ ഒരു വണ്ടിയാണോ? അതിനൊക്കെ പുതിയ വണ്ടി. എന്റെ ഫോൺ അവനിറക്കിവിടാ. ഇല്ലല്ലേ, വെറുതെ ഇത് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അമ്മ വണ്ടി എടുക്കല്ലേ, സ്ഥലം ഉണ്ടാവണ്ടേ? അപ്പൂട്ടനും കൂടിയുണ്ട് കേട്ടോ. അവനും വരുന്നുണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞിട്ടില്ല. അവൻ കാർ കയറിയിട്ട് അപ്പൂട്ടനെ ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടോ. ഞങ്ങളെ കൂടെ വന്നോളാൻ പറഞ്ഞു. അവൻ കാർ കയറിയിട്ട് പറയണേ ഇതൊക്കെ നല്ലൊരു വണ്ടിയാണോ. അപ്പൊ ഞങ്ങള് അവനെ മെല്ലെ അപ്പൂട്ടനെ മെല്ലെ ഇറക്കി വിടല്ലേ? ഇവിടെ നിന്നെ മെല്ലെ ഇറക്കി വിട്ടാലോ? ഇവരെല്ലാരും ഇറങ്ങി പോണ്ടി. അത് ശരി. അമ്മണി എവിടേക്കാ പോണേ? ഇപ്പൊ പടിഞ്ഞാറ് നടക്കിലെത്തി ഗുരുവായൂര്. ഇവിടുന്ന് ഒരു 500 മീറ്റർ വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലനടയിലെത്തി ഗൈസ്. അതെ, ഇത് മമ്മിയൂർ അമ്പലത്തിന്റെ അവിടെ എത്തി ഞങ്ങള്. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ. ഗുരുവായൂർ കൃഷ്ണൻ വൈറലായ പോലെ ഇപ്പൊ കുട്ടാരന് അതേപോലെ വൈറലാവാൻ വേണ്ടിട്ടാണ്. എന്തൊരു സ്നേഹമുള്ള ഭാര്യ അറിയ. വൈറലാക്കാൻ നോക്കുക. എല്ലാരും വൈറലാക്കണം പ്ലീസ്. ഇപ്പൊ തന്നെ വണ്ടി ഇടിച്ചായിരുന്നു. അതെ, വൈറലായിരുന്നു. ഇപ്പൊ തന്നെ വൈറലായിരുന്നു. അയാൾ കളിച്ച കല്യാണം വയറുണ്ട്. ആർക്കാ വയറുള്ളത്? ആനക്കോട്ടേൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങള് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. കൃപ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അല്ല 25 രൂപ. എത്ര പേരാ നമ്മള്? 1 2 3 4 വേണ്ടേ? 4 ടിക്കറ്റ്. 4 ടിക്കറ്റ്. ഒരു മൊബൈൽ ക്യാമറ ഉണ്ട്. കുട്ടികൾക്ക് എടുക്കണോ?
10 വയസ്സിന് അപ്പൊ 1 2 ആ ചെറിയ കുട്ടിക്ക് എടുക്കണോ? ഓർമ്മ എന്നാ 2 3 പേര് 3 ചെറിയ കുട്ടികളും. ഇവിടെ ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. കുട്ടികൾ 3. പിന്നെ ക്യാമറയുടെ മൊബൈൽ ക്യാമറ. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ വരും. വീണേനെ ക്യാമറമാനെ ആക്കിയിട്ടുണ്ട്. എത്ര സമയം നടക്കും അറിയില്ല. കാരണം അമ്മണി കരഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ക്യാമറ ഞാൻ ടിക്കറ്റ് കൊടുത്തിട്ട് നീങ്ങിക്കാന്ന് പറഞ്ഞതാ. സോറി. പോയോ കേട്ടില്ലേ? അയ്യോ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞേ കുട്ടികൾക്ക് എടുക്കണം പറഞ്ഞു. അപ്പൊ കൃപ പറയാടി ഇവിടെ കുട്ടി ഇങ്ങനെ ചോളത്തുറങ്ങാ. അയ്യോ അത് ഉറങ്ങുകയാണ്, അതിന് ടിക്കറ്റ് എടുക്കണം. ഉറങ്ങുകയാണ് ഉറങ്ങാൻ ടിക്കറ്റ് ഉറങ്ങാൻ കുട്ടി എന്തായാലും കാണില്ലല്ലോ. നാളെ എന്തായാലും പോകണ്ടെന്ന് അവര് 2 പ്രാവശ്യം പോണം. ധ്രുവിന് ഫാമിലിയിൽ പോണത്രേ. 2 പ്രാവശ്യം. ചാവക്കാട് ഫാമിലി. അതല്ല ഓൾറെഡി പ്രാവശ്യം പോയിട്ടുള്ളതാണ്. ഞങ്ങളെല്ലാരും കൂടി പോയിട്ടുള്ളതാ. ആങ്കൂർ വട്ടം ഞാൻ പോയിട്ടുള്ളൂ. അയ്യോ ഞാൻ പിന്നെ 58 വർഷം പോയിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കണം. ഇതാണ് പറയാ ഓട്ട പോയിട്ട് നിറച്ച് പട്ടിക്കുട്ടികളല്ലേ. നിങ്ങൾക്ക് കാണാം അവിടെ ആനയൂട്ടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ആനക്ക് ഭക്ഷണം കൊടുക്കണമൊക്കെ. ഭക്ഷണം കൊടുക്കണം. ആനക്ക് മാമ കൊടുത്തോണ്ടിരിക്കുക. അമ്മൂസ് കണ്ടോ? ആനക്ക് മാമ കൊടുക്കാൻ കണ്ടില്ലേ? മാമക്ക് അത് കൂടെ പോയി നോക്കി നോക്കാം. ആ കണ്ടോ വലിയ ബക്കറ്റിന് കണ്ടോ? ആ ബക്കറ്റിൻ്റെ ഉള്ളില് ചോറൊക്കെ ആക്കിയിട്ട് ആനക്ക് കൊടുക്കുക. ആ നിറച്ചിട്ട് ഇതൊക്കെ കൊടുക്കണ്ടേ? പട്ട ഇതൊക്കെ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണ. 2:30-ക്കാണ് ആനയൂട്ട് തുടങ്ങിയത്. ഞങ്ങൾ നേരത്തെ എത്തിയില്ല, കുറച്ച് വഴുകി. നേരത്തെ കണ്ടിരുന്നു, പക്ഷെ കുറച്ച് വഴുകി. അവിടെ നോക്കി ആന ഭക്ഷണം വയ്ക്കുന്നുണ്ടോ? ആനക്ക് ഫുഡ് കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആനപ്പുറത്ത് ഇറങ്ങി തരുന്നുണ്ടോ? ആനപ്പുറത്ത് ഹൈറ്റ് പേടിയാ. ഹൈറ്റ് പേടിയാ. അതുകൊണ്ടല്ലേ അതുകൊണ്ട് ആന ചോറ് കഴിക്കുന്നുണ്ടോ? നമുക്ക് ആന ചോറ് കഴിക്കുന്നുണ്ട്. നോക്ക് ആന ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ആന ചോറ് കഴിക്കുന്നതാണ്. ദേവസ്വത്തിന് 38 ആനകളുണ്ട്. ദേവസ്വത്തിൻ്റെ മെയിൻ ആന 2 ആനകളാണ് മെയിൻ ആന. ഒന്ന് ഇന്ദ്രനും പിന്നെ ഒന്ന് നന്ദനും. വലിയ ആന രാജസേന എന്നാണ് പേര്. വലിയ ആനയുടെ ഹൈറ്റ് കൊണ്ട് രാജസേനാണ് വലുത്. പക്ഷെ മെയിൻ ആന നന്ദനും ഇന്ദ്രനും. അതിന് പിടിക്കും, അവരെ പിടിക്കൂ. അപ്പുട്ടാ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോ ഇതൊക്കെ ആന ഇടുന്നു.
ആനയൂട്ട് കഴിഞ്ഞു. ആനകളൊക്കെ ഓരോ സൈഡിലേക്ക് കെട്ടാൻ കൊണ്ടുപോകണം. ആനയുടെ കാലും ചങ്ങലുണ്ടാ? ഒരു ആന ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ആർക്കൊക്കെ ധൈര്യം എന്ന് പറയാ. ആന വരുന്നുണ്ട്. ക്യാമറമാൻ ആദ്യം ഓടും. പേടിച്ച് ഓടിയെന്ന് വരും. ഇല്ല, അതവിടെ നിന്നു. ഇല്ല, വന്നില്ല, അങ്ങോട്ട് പോയി. ക്യാമറമാന് പേടി, കാരണം ബാക്കിലൊരു ആനുണ്ട്. അതെങ്ങാനും പിടിച്ച് നിലത്തിട്ടൊരടി കൊടുക്കുമോ എന്നാണ് വിചാരിക്കുന്നത്. എറിഞ്ഞ എന്താ അതിൻ്റെ കൂടെ പോകേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ആനക്കോട്ട വിശേഷങ്ങൾ. കുട്ടനും ധ്രുവിനും അപ്പോട്ടനും കൂടി ഇതായി മുന്നിൽ പോയിട്ടുണ്ട്. ഇങ്ങനെയും കൃപയും എല്ലാം നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്കിൽ ക്യാമറയും പിടിച്ചെടുക്കും. ഇവിടെ മൊബൈൽ ക്യാമറ അലൗഡ് വെച്ചാ അതിന് 25 രൂപ. നേരെ മറിച്ച് മറ്റേ ക്യാമറ എടുക്കില്ലേ പ്രൊഫഷണൽ അങ്ങനത്തെ ക്യാമറ അല്ല, അതിന് 100 രൂപ. ഇതിന് 25 രൂപ എക്സ്ട്രാ. എന്തോ ഫോട്ടോ എടുക്കാം. അയ്യോ, പാസ്വേഡ് വരെ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കുന്നത് എവിടെ നിൽക്കണേ? അവിടെ നിന്നോളൂ ഒരു നിമിഷം. എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലാണ്. അമ്മണി, ആ പാട്ടൊന്ന് പാടുമോ? കൊമ്പനാന കുട്ടപ്പ. ആ കൊമ്പനാന കുട്ടപ്പ പാട്ട്. കുമ്പനാന കുട്ടപ്പ കുമ്പുകുനക്കന കുട്ടപ്പ കൊന്ന മാമ കുട്ടപ്പ. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. അമ്മണിക്ക് ആനേനെ ഇഷ്ടാണോ? അമ്മൂസിന് ആനേനെ ഇഷ്ടാ? ആനേനെ ഇഷ്ടാണോ? ആന പട്ട കഴിക്കണുണ്ടോ? ശ്യാമേതോ കണി കൊന്ന പൂത്തു സ്വർണ്ണൂതിരുന്നു പ്രിയഗ്രാമ കന്യ കണ്ടുണർന്നു ശ്യാമേതോ കണി കൊന്ന പൂത്തു സ്വർണ്ണവല്ലിപ്പൂവിരുന്നു പ്രിയഗ്രാമ കന്യ കണ്ടുണർന്നു കുങ്കുമപ്പൂന്താലം കതിരോന്റെ പൊന്നുകോലം കുങ്കുമപ്പൂന്താലം കതിരോന്റെ പൊന്നുകോലം. കുട്ടം പറയണേ അടുത്തുകൂടെ പോകണ്ട, പട്ടേനെ കൂടെ ഏറിയിട്ടൊന്ന്. ശരി, നമുക്ക് പറയാൻ പറ്റില്ല. വാണിജ്യൊക്കെ നല്ല ഉന്നാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ടേ എന്തൊക്കെയോ തള്ളി മുറക്കുന്നുണ്ട്. ആനേൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ. അപ്പുട്ടനാണ് ഒരു ആനേനെ ഇവിടെ നോക്കി വളർത്തിയെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? നീയല്ലോ. അപ്പൊ നമുക്ക് ആന എന്താ ചെയ്യുക? അപ്പൊ ആനയുടെ കൂടെ എന്ത് ചെയ്യുക?
അവിടെ ആനപ്പുറത്ത് അത് അമ്മിണിക്കുട്ടിയാ. കയറിയിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയി ആനക്കുട്ടിയിൽ വന്നു. കണ്ടോ അവള് കേറി. ഇപ്പൊ ആനേന്റെ പേരിരിക്കണോ? എവിടെ ഇരിക്കണേ? അയ്യോ ആനയുടെ മേലുണ്ടല്ലോ പട്ട. അതെ അപ്പൂട്ടൻ പറയണേ അറിയാണ്ട് ചവിട്ടി ആനപ്പിണ്ടത്തെ ചവിട്ടി കൃപ പറയാ. കൃപ പറഞ്ഞിട്ട് ഞാൻ അറിയാതെ കണ്ണിൽ ചവിട്ടിക്കോളാം. അറിഞ്ഞോണ്ട് ചവിട്ടി എന്തുണ്ടാവുക? ചവിട്ടിയാന്ന് അറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല. അതെ ആനപ്പിണ്ടത്തെ ചവിട്ടി വന്ന് മുടി ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചവിട്ടി. അപ്പൊ എന്താണ്ടാവും നോക്കാം. അതെ അറിഞ്ഞുകൊണ്ട് ചവിട്ടി. എന്റെ അതെ അവൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഉള്ള മുടി പോണേ. കൃപ അവൻ പറഞ്ഞറിയോ അറിഞ്ഞോണ്ട് ചവിട്ടി കഴിഞ്ഞാൽ കാലിപ്പ് ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ. ഒരു ചുറ്റും ഒന്ന് ആനക്കോട്ടെ കൂടെ നടക്കാം, വേറെ പ്രദേശമൊന്നുമില്ല. അപ്പം ആനേനെ ഇഷ്ടമുള്ള ആൾക്കാർ എല്ലാവരും ഇവിടെ വരും കേട്ടോ. ഗുരുവായൂർ വരുമ്പോൾ ഇവിടെയൊക്കെ നിന്ന് കാണാം. അതാ അമ്മിണിക്കുട്ടി ആരോ പുതിയ ഫ്രണ്ടിന് ഉണ്ടാക്കിണ്ട് അവിടെ. അമ്മിണിക്കുട്ടി അവിടെ ആരോ കണ്ടിട്ടുണ്ട് ചെറുത്. അവരങ്ങോട്ട് പോയി. ആനക്കോട്ടേൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കുടിക്കട്ടെ, അങ്ങോട്ട് പ്രവേശനമില്ല. അല്ല അപ്പൂട്ടൻ പറഞ്ഞത് അപ്പൂട്ടന് പൈസ ഒരു വിഷയമല്ല എന്നാ പറഞ്ഞത് അല്ലേ? അവന് പൈസ അങ്ങനെ കറങ്ങി വരുന്നു. വികൃതി അനുസരിച്ചിരിക്കുക അവിടെ. വേണ്ട ഈ ആനയ്ക്ക് തീറ്റയായിട്ട് വരുന്ന ലോറി. ഇത്ര ആനകളെ തീറ്റ പോലെയാണെങ്കിൽ ചില്ലറ പൈസ മതിയല്ലേ ഡെയിലി. ഈ കൃപയോട് അന്തം വിട്ടിട്ടോ എന്തോ ആലോചിക്കാണ്. കൃപ എന്തോ ആലോചിക്കണം അവിടെ നിന്ന് ആലോചിക്കുക. ഇവിടെ ഒരു കുളം കാണാൻ നിങ്ങൾക്ക്. ഇതിനുള്ളിലാട്ടോ ആനക്കോട്ടേൻ്റെ ഉള്ളിലുള്ള കുളമാണിത്. ഞാൻ ഇറങ്ങി നോക്കട്ടോ ഇറ്റാ. വേണ്ട. അയ്യോ അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടു നടന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് ഓണയ്ക്ക് ജ്യൂസി കയറില്ലേ നോക്കാം. ഓണയ്ക്ക് ഇനി ഒരു ജ്യൂസി കാരണം എന്ന് പറയണ്ടേ പിള്ളേർ. ഞാൻ അത് പ്രതീക്ഷയില്ലാട്ടോ, ഈ വെയിലൊക്കെ നടന്ന് മതിയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. പിള്ളേർക്കേ ഇവിടെ ജ്യൂസിൽ കയറണം. ഐസ്ക്രീം ജ്യൂസൊക്കെ അടിക്കാനാ തോന്നുന്നുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പിയാ. കണ്ടോ ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഓടുകയാണ്. ജ്യൂസി ഇവിടെ ഞങ്ങൾ സ്ഥിരം വന്ന് കഴിക്കുന്നതാ ഗുരുവായൂർ. ഇത് മമ്മിയൂർ. ഇവിടെ ജ്യൂസി നല്ല നല്ല ഡ്രിങ്ക്സ്, സാൻഡ്വിച്ച്, വെജ് സാൻഡ്വിച്ച്, സമൂനയൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. നീ കിട്ടിരിക്കണം പ്രതികരിക്കണം രണ്ടാളും. അമ്മേ എന്താണ് ഇവിടെ വരെ നോക്കുന്നുണ്ട് കേട്ടോ മെനു എന്താന്ന്. ഫ്രഞ്ച് ഫ്രൈസ് വേണോ? അമ്മൂസിന് എന്താ വേണ്ടേ? ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ രണ്ടുപേരും ചർച്ചയിലാണ് എന്താ വേണമെന്നുള്ളത്. അത് പോപ്കോൺ. ഹലോ വീണ, എനിക്കൊരു ഷേക്കും ഒരു സാൻഡ്വിച്ച്, പിന്നെ അമ്മണിക്കൊരു ഐസ്ക്രീം. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. ഞങ്ങൾക്കൊരു വെജ് സാൻഡ്വിച്ച്, പിന്നെ ഒരു
ഒരു ടെൻഡർ ഖജൂറ്, പിന്നെ അമ്മൂസിനൊരു ബെൽജിയം ചോക്ലേറ്റ്, പിന്നെ ഒരു ശരിക്കും പെട്ടു പോകുന്നുണ്ട് ഗൈസ്. അതപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടേ, സാൻഡ്വിച്ച് വേണ്ടേ? സാൻഡ്വിച്ച് ഇല്ലേ? അവർക്ക് സാൻഡ്വിച്ച്. നിങ്ങൾക്ക് ഒരു എനിക്കൊരു ടെൻഡർ ഷേക്ക് വേണം. എനിക്ക് ഒരു പപ്പായ ഷേക്ക്, ആപ്പിൾ ഷേക്ക്, പിന്നെ എനിക്ക് സീതേൻ്റെ സീത ഷേക്ക്, പിന്നെ 2 സാൻഡ്വിച്ച്, 2 സമൂന. അതെ ഗൈസ്, പാളി. എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടാണ് ഊണ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ചോദിച്ചു വിട്ടു. ഓർമ്മ പോയി പറഞ്ഞാൽ മതി. പണിയായി ഗൈസ്, പണിയായി. അങ്ങനെ അമ്മൂസിന്റെ വാനില ഐസ്ക്രീം എത്തി. വാനില ഐസ്ക്രീം പറഞ്ഞാൽ തരുന്നു, അത് വേഗം വന്നു. എൻ്റെ തന്നെ എത്ര നേരം നിൽക്കേണ്ടി വരുമോ? കഴിക്കാൻ തുടങ്ങി. വേണ്ട, ധ്രുവിൻ്റെ സ്ട്രോബെറി ഉണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ധ്രുവിന് സ്ട്രോബെറി എത്തിയിട്ടുണ്ട്. എൻ്റെ ഗ്രേപ്പ് എത്തിയിട്ടുണ്ട് ഇവിടെ. അതെന്താ കേട്ടോ കുടിക്കണ്ട. ഈ അപ്പൂട്ടൻ്റെയും ധ്രുവിൻ്റെയും സ്ട്രോബെറി ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. ആർക്കും ചെറിയ ഇഷ്ടമല്ല. അതൊക്കെ ഭാഗ്യം കൃപയ്ക്കാണ്. കൃപയാണ് എല്ലാം ചെറിയ കഴിച്ചത്. അമ്മൂസേ, വാനില ഐസ്ക്രീം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? ഇവിടെ ഷാർജ ഷെയ്ക്ക് വന്നിട്ടുണ്ട് വീണയുടെ. അവനെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് അടിച്ചു മാറ്റി കഴിക്കണോ. ചേട്ടാ ഗ്രേപ്പ് ജ്യൂസ് എങ്ങനെയുണ്ട്? അടിപൊളി ഗ്രേപ്പ്. അമ്മൂസിന്റെ അടുത്ത് ഇങ്ങനെ അച്ചോണ്ടിരിക്കട്ടെ. എനിക്ക് ജ്യൂസ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ ഷേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനധികം ജ്യൂസാണ് കുടിക്കാറ്. ഞാൻ നേരെ തിരിച്ചേട്ടോ, ഞാൻ അധികം ഷേക്ക് ഐസ്ക്രീം ഒക്കെ ഇഷ്ടം. അമ്മൂസേ, സൂപ്പറായോ? അച്ഛനും മോളും കൂടി ജ്യൂസും ഐസ്ക്രീമും കഴിക്കുന്നു. എൻ്റെ ഓർഡർ ഇതുവരെ എത്തിയില്ല ഗൈസ്. അപ്പുട്ട് എന്താ ഇതിൻ്റെ? അപ്പൂട്ടാ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ? ഫ്രൂട്ട് സാലഡ് എത്തി. അടിപൊളിയോ? ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയ കാരണം ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം പറഞ്ഞു. നല്ല മധുരം കഴിച്ചിട്ടാ പറയണേ. അവനതെ ഐസ്ക്രീം. ഇവരും ഫ്രൂട്ട് സാലഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഞാൻ മാത്രം കഴിച്ചില്ല, പക്ഷെ എനിക്കിഷ്ടമല്ല. സാൻഡ്വിച്ച് എത്തി. ഞങ്ങളുടെ സാൻഡ്വിച്ച് എത്തി. ഇവരുടെ സാൻഡ്വിച്ച് വന്നില്ല. അതാണോ? അത് അവർക്ക് കൊടുത്തു പിള്ളേർക്ക്. ഇത് ഞങ്ങളുടെ സാൻഡ്വിച്ച്. കുട്ടനും വീണയ്ക്ക് കുട്ടികളുടെ സാൻഡ്വിച്ച്. നാലെണ്ണുണ്ടാവും. കഴിച്ചോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു ചെറിയ ഔട്ടിങ് എല്ലാവരെയും കൊണ്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും നമ്മുടെ ചാനൽ
ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്താ മൂസേ? അമ്മസ് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ അമ്മ പറഞ്ഞു ശരിയായില്ല. എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാം ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. ബൈ.